ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോൻ്റെ ടോപ്പിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കാനഡയിലെ മെഡിക്കൽ സിസ്റ്റത്തിനെ പറ്റിയിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഇവിടുത്തെ മെഡിക്കൽ സിസ്റ്റത്തിൻ്റെ കുറച്ച് പോസിറ്റീവ് സൈഡുകൾ, പിന്നെ കുറച്ച് നെഗറ്റീവ് സൈഡുകൾ, പോരായ്മകളൊക്കെ, ഇവിടുത്തെ പബ്ലിക് ഇൻഷുറൻസിനെ പറ്റിയിട്ട് ഞാൻ സംസാരിക്കുന്നുണ്ട്. പിന്നെ നാട്ടിൽ നിന്ന് വരുന്നവർ, ഇപ്പോൾ ഏജൻസിക്കാർ അവരുടെ പരസ്യം കാണിക്കുമ്പോൾ അവർ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്ന ഒരു സാധനമാണ് ഇവിടുത്തെ കാനഡയിലെ മെഡിക്കൽ ഫ്രീ ആണെന്നുള്ള കാര്യം. ഈവൻ എൻ്റെ വീഡിയോയിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇവിടുത്തെ മെഡിക്കൽ ഫ്രീ ആണെന്നുള്ളത്. പക്ഷേ മെഡിക്കൽ ഫ്രീ ഒക്കെ തന്നെയാണ്, പക്ഷേ കുറേ സാധനങ്ങളൊന്നും ഫ്രീ അല്ല, അതെന്നൊക്കെ ഞാൻ പറയാം. അപ്പോൾ അതൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. പിന്നെ നമ്മൾ ഇവിടെ പ്രഗ്നൻസി ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ പ്രഗ്നൻസി കെയർ ഒക്കെ എങ്ങനെയാണ്, അപ്പോൾ അതിൻ്റെ ചിലവ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്, അതിനെ പറ്റി സംസാരിക്കാം. പിന്നെ ഇവിടുത്തെ വിർച്വൽ കെയർ, അങ്ങനെ ഒരു സംഭവമുണ്ട്, അതിനെപ്പറ്റി ഞാൻ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പിന്നെ നമുക്ക് എങ്ങനെ ഒരു ട്രീറ്റ്മെൻറ്റ് നമുക്ക് എടുക്കാം, നമുക്കൊരു എമർജൻസി സിറ്റുവേഷൻ വന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ഇവിടുത്തെ രീതി എങ്ങനെയാണ്, അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ സംസാരിക്കുന്നത്. നമുക്കൊരു എമർജൻസി സിറ്റുവേഷൻ വന്നു, അല്ലെങ്കിൽ ഒരു രോഗം വന്നു, നമ്മളെങ്ങനെയാണ് ഡോക്ടറെ സമീപിക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാനായിട്ട് ഉദ്ദേശിക്കുക. പിന്നെ മെയിനായിട്ടൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്ക് ഒരു റൂട്ടീൻ ബോഡി ചെക്കപ്പ് ചെയ്യണം, നമ്മുടെ ബ്ലഡ് ഒക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്യണം. ഇപ്പോൾ നമ്മൾ നാട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരിട്ട് ഏതെങ്കിലും ഒരു ലബോറട്ടറിയിൽ പോയി നമ്മൾ പറയുകയാണ് നമ്മുടെ ഫുൾ ബോഡി ചെക്കപ്പ് ചെയ്യണം. അപ്പോൾ അതിനകത്ത് തന്നെ അവരുടെ കുറേ പാക്കേജ് ഉണ്ടാവും. അപ്പോൾ ആ പാക്കേജിൽ നമ്മൾ ഒരെണ്ണം സെലക്ട് ചെയ്തു. അപ്പോൾ അവർ ചിലപ്പോൾ ചിലർക്ക് കൊളസ്ട്രോൾ ഷുഗർ മാത്രം മതി, അങ്ങനെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചെയ്യാം അല്ലേ. പക്ഷേ ഇവിടെ അങ്ങനത്തെ ഒരു പരിപാടി ഇല്ല. അതായത് നമുക്ക് നേരിട്ട് പോയിട്ട് ലബോറട്ടറി പോയിട്ട് എൻ്റെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം, എനിക്ക് ഷുഗർ ഒന്ന് ചെക്ക് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനത്തെ പരിപാടി ഇവിടെ നടക്കില്ല. അപ്പോൾ അതിൻ്റെ രീതി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ സംസാരിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യം തന്നെ വീഡിയോയിൽ പറയുമ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് കുറച്ച് പോസിറ്റീവ് സൈഡുകൾ പറയാം. അപ്പോൾ ഈ പോസിറ്റീവ് സൈഡ് പറയുമ്പോൾ അതിൽ മെയിൻ ഒരു കാര്യമാണ് ഇവിടുത്തെ പബ്ലിക് ഇൻഷുറൻസ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് എൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ പറയാം. ഞാനിപ്പോൾ നോവാ സ്കോഷ്യയിലാണുള്ളത്. നോവാ സ്കോഷ്യയിലെ ഹാലിഫാക്സിലാണ് ഞങ്ങളിപ്പോൾ താമസിക്കുന്നത്. ഇപ്പോൾ ഞങ്ങളൊരു ഫാമിലി ആയിട്ടാണ് വന്നത്. എൻ്റെ വൈഫുണ്ട്, കൊച്ചുണ്ട്. ഇപ്പോൾ ഞാൻ എൻ്റെ അപ്പച്ചനും അമ്മച്ചീനെയും അവരിപ്പോൾ എൻ്റെ കൂടെയുണ്ട്, വിസിറ്റർ വിസയിലുണ്ട്. 10 വർഷത്തെ വിസിറ്റർ വിസ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു, മൾട്ടിപ്പിൾ എൻട്രി അങ്ങനത്തെ ഒരു വിസ. അപ്പം അങ്ങനെ ഇപ്പം എൻ്റെ പാരൻസും ഇവിടെ ഉണ്ട്. ഓക്കെ, പിന്നെ അപ്പം ഞാനിപ്പോൾ സംസാരിക്കുന്നത് നോവാ സ്കോഷ്യ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാട്ടോ. ഞാൻ എൻ്റെ എല്ലാ വീഡിയോസിലും പറയുന്നത് കാനഡയെ പറ്റി സംസാരിക്കുകയാണെങ്കിലും നോവാ സ്കോഷ്യ ഫോക്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് സംസാരിക്കുക. കാരണം ഓരോ പ്രൊവിൻസിൻ്റെ രീതികൾ വേറെയാണ് അല്ലേ, ഓരോ റൂൾസും പിന്നെ ഇൻഷുറൻസ് കാർഡുകളൊക്കെ വെവ്വേറെയാണ്. ഇപ്പം നോവാ സ്കോഷ്യയിലെ പബ്ലിക് ഇൻഷുറൻസിനെ വിളിക്കുന്നത് MSI ഇൻഷുറൻസ് കാർഡ് എന്ന് വിളിക്കുക. അപ്പോൾ ഈ MSI ഇൻഷുറൻസ് കാർഡ് ഇപ്പോൾ ഇവിടെ സ്റ്റുഡൻ്റായിട്ട് വരുന്നവർക്കും പിന്നെ വർക്ക് പെർമിറ്റുള്ളവർക്കും പിന്നെ PR-കാർക്കും ഇത് കിട്ടും. ഈ പബ്ലിക് ഇൻഷുറൻസ് MSI ഇൻഷുറൻസ് കാർഡ് കിട്ടും നോവാ സ്കോഷ്യയുടെ. വിസിറ്റർ വിസയിൽ വന്നിട്ടുള്ളവർക്ക് ഈ MSI ഇൻഷുറൻസ് കാർഡ് കിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് നമ്മൾ പ്രൈവറ്റ് ഇൻഷുറൻസ് എടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ അപ്പച്ചനും അമ്മച്ചിക്കും പ്രൈവറ്റ് ഇൻഷുറൻസ് എടുത്തിട്ടുണ്ട്. അതായത് ഒരു 6 മാസത്തേക്കുള്ള പ്രൈവറ്റ് ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് ഈ എന്താ പറയുക മെഡിക്കൽ ഹിസ്റ്ററി ഉണ്ട്, അതായത് ഷുഗർ, കൊളസ്ട്രോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ള കാരണം കൊണ്ട് അതും കൂടി കവർ ആവുന്ന ഒരു ഇൻഷുറൻസ് ആണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവരുടെ ഏജും ഈ പ്രീവിയസ് ഹിസ്റ്ററിയും, അതായത് മെഡിക്കൽ ഹിസ്റ്ററി ഒക്കെ വെച്ചിട്ടുള്ള ഒരു ഇൻഷുറൻസ് കവറേജ് എനിക്ക് കിട്ടിയത് 6 മാസത്തേക്ക് $1,400 ഒരാൾക്ക് കേട്ടോ. നല്ല കോസ്റ്റ്ലിയാണ് ഇവിടുത്തെ പ്രൈവറ്റ് ഇൻഷുറൻസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ആരെങ്കിലുമൊക്കെ ഈ സൂപ്പർ വിസയിലോ അല്ലെങ്കിൽ വിസിറ്റർ വിസയിലോ നമ്മൾ പാരൻസിനൊക്കെ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ മൈൻഡിലുണ്ടായിരിക്കണം, മനസ്സിലായില്ലേ, ഈ ഇൻഷുറൻസിനെ കാര്യം. അത് മാൻഡേറ്ററി അല്ല, പക്ഷേ ശരിക്കും പറഞ്ഞാൽ അത് എന്തായാലും അത്യാവശ്യമായിട്ട് നമ്മൾ എപ്പോഴും എടുക്കണം അല്ലേ. അപ്പോൾ പറഞ്ഞു വന്നത് എന്തിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ പബ്ലിക് ഇൻഷുറൻസിനെ പറ്റിയിട്ടാണ്, MSI ഇൻഷുറൻസ് കാർഡ്. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ വന്ന് അപ്പോൾ തന്നെ നമ്മൾ MSI ഇൻഷുറൻസിൻ്റെ ഒരു കോൺടാക്ട് നമ്പറൊക്കെ ഉണ്ട്. അപ്പോൾ അവരെ വിളിച്ചിട്ട് നമ്മളിത് പറയണം, നമ്മളിങ്ങനെ വർക്ക് പെർമിറ്റിൽ അല്ലെങ്കിൽ സ്റ്റഡി പെർമിറ്റിൽ വന്നാണ് അല്ലെങ്കിൽ PR-ൽ വന്നാണ്. അപ്പോൾ നമുക്ക് അവരെ വിളിച്ച് നമുക്കിത് ആപ്ലിക്കേഷൻ കൊടുക്കാം. അപ്പോൾ അങ്ങനെ ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോഴത്തേനും ഏകദേശം ഒരു 3 ആഴ്ച 4 ആഴ്ചയ്ക്കുള്ളിൽ നമുക്ക് ഈ MSI ഇൻഷുറൻസ് കാർഡ് കിട്ടും. അപ്പോൾ ഈ ഇൻഷുറൻസ് കാർഡ് വെച്ചിട്ട് നമുക്ക് ഇവിടുത്തെ വാക്കിംഗ് ക്ലിനിക്ക് അല്ലെങ്കിൽ ഹോസ്പിറ്റലുകൾ അവിടേക്കൊക്കെ നമുക്ക് പോവാം. എന്തെങ്കിലുമൊക്കെ അസുഖങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് നേരിട്ട് പോവാം. ഈ കാർഡ് വെച്ചിട്ട് എന്തൊക്കെ സേവനങ്ങളാണ് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുക എന്നുള്ളത് ഞാൻ പറയാം. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു പനി വന്നു, ഇപ്പോൾ ഒരു പനിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നോർമൽ അസുഖം നമ്മൾ വന്നതിന് ശേഷം നമ്മളൊരു വാക്കിംഗ് ക്ലിനിക്കിലേക്ക് പോവാണ്. അപ്പോൾ വാക്കിംഗ് ക്ലിനിക്കിലേക്ക് പോകുമ്പോഴത്തേന് അവർ ഫസ്റ്റ് തന്നെ നമ്മുടെ MSI ഇൻഷുറൻസ് കാർഡ് ചോദിക്കും. അപ്പോൾ ആ കാർഡ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അഡ്മിഷൻ ഫീസ് നമുക്ക് കെട്ടേണ്ട ആവശ്യമില്ല. അതായത് ഡോക്ടറിൻ്റെ അപ്പോയിൻമെൻറ്റിന് നമുക്ക് വേറെ പൈസ ഒന്നും വരുന്നില്ല. അപ്പോൾ നമ്മൾ ഡോക്ടറെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡോക്ടർ 2-3 മരുന്നുകളൊക്കെ എഴുതും. ചിലപ്പോൾ ആൻറ്റിബയോട്ടിക്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ പുറത്തുനിന്ന് ഏതെങ്കിലും ഫാർമസിയിൽ പോയിട്ട് വാങ്ങിക്കണം. ഇവിടെ
ഷോപ്പേഴ്സൊക്കെയാണ് മെയിനായിട്ടുള്ള എന്താ പറയുക നമ്മൾ മരുന്നൊക്കെ വാങ്ങിക്കാനായിട്ട് പോണ ഫാർമസി കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ അവിടെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മരുന്ന് വാങ്ങിക്കുമ്പോൾ ഈ മരുന്നിൻ്റെ കോസ്റ്റ് നമ്മൾ നമ്മുടെ കയ്യിൽ നിന്ന് എടുക്കണം. അതായത് നമുക്ക് MS ഇൻഷുറൻസ് കാർഡ് വെച്ചിട്ട് നമുക്ക് ഡോക്ടറെ കാണാൻ പറ്റും, പക്ഷെ മരുന്ന് വാങ്ങിക്കണമെങ്കിൽ നമ്മുടെ പോക്കറ്റിൽ നിന്ന് പൈസ പോകും. പിന്നെ ഈ MS ഇൻഷുറൻസിൽ കവർ ആവാത്ത കുറച്ച് സർവീസുകൾ, അതായത് നമ്മുടെ പല്ലിൻ്റെ പരിപാടികളൊന്നും അതിനകത്ത് കവറാവില്ല. അതായത് പല്ലിൻ്റെ എന്തെങ്കിലും റൂട്ട് കനാലോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ അത് കവേർഡ് അല്ല. പിന്നെ നമ്മുടെ ഐ ടെസ്റ്റ് എന്തെങ്കിലും നമുക്ക് വർഷം നമ്മൾ നാട്ടിലേക്ക് ആയിരിക്കുന്ന സമയത്ത് പവർ ചേഞ്ച് ചെയ്തിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യില്ലേ, അപ്പോൾ അതൊന്നും ഇവിടെ കവേർഡ് അല്ല. കണ്ണിൻ്റെ റൂട്ടീൻ ചെക്ക് അതൊന്നും ഇവിടെ കവേർഡ് ആവില്ല. പിന്നെ ഒരു രോഗമല്ലാത്ത കാര്യങ്ങൾക്ക് MS ഇൻഷുറൻസ് കവർ ആവില്ല. അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മുടെ തലയിൽ കുറേ താരനുണ്ട്, അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഇവിടെ ഒരു ഡോക്ടറെ കണ്ടു കഴിഞ്ഞാൽ അത് കവർ ആവില്ല. അല്ലെങ്കിൽ മോക്കുരുണ്ട്, മോക്കുരുവിന് ഒരു ഡോക്ടറെ കണ്ടെന്നാൽ ഇതൊക്കെ നമ്മുടെ നാട്ടിൽ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഡോക്ടറെ കാണാൻ പോയിട്ടുണ്ടെങ്കിൽ ഈ MS ഇൻഷുറൻസ് വെച്ച് കവർ ആവില്ല. അതായത് രോഗങ്ങൾക്ക് മാത്രമാണ് ഇത് കവർ ആവുള്ളൂ. മനസ്സിലായല്ലോ? അതായത് പല്ല്, കണ്ണ് അതൊന്നും മോസ്റ്റ്ലി കവറല്ല. അപ്പോൾ നിങ്ങൾ ചോദിക്കും, അപ്പോൾ ഈ കാർഡ് വെച്ചിട്ട് ആകെ ഒരു ക്ലിനിക്കിൽ പോയിട്ട് ഡോക്ടറെ കാണാൻ മാത്രമേ പറ്റുള്ളൂ, പൈസ ബാക്കി ഇപ്പോൾ കാര്യങ്ങളൊക്കെ നമ്മളൊരു പോക്കറ്റിൽ നിന്ന് പൈസ എടുക്കണമെന്ന് പറയണം. ഇതിനകത്ത് കവർ ആവുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയട്ടെ. അതായത് ഇവിടുത്തെ പ്രഗ്നൻസി വന്നിട്ടുണ്ടെങ്കിൽ, അതായത് വൈഫ് ഇപ്പോൾ പ്രഗ്നൻ്റ് ആയി, അപ്പോൾ ഈ പ്രഗ്നൻസി കെയർ കംപ്ലീറ്റ് ഫ്രീ ആണ് ഇവിടെ. സ്കാനിങ്, മൂന്നാം മാസം സ്കാനിങ്, 5-ാം മാസം 7-ാം മാസം സ്കാനിങ്, ആ സമയത്ത് നമ്മൾ ഡോക്ടറിൻ്റെ അടുത്ത് പോകുന്ന കാര്യങ്ങളൊക്കെ ഫ്രീ ആണ്. പിന്നെ ഡെലിവറി, ഓപ്പറേഷൻ ആണെങ്കിലും നോർമൽ ഡെലിവറി ആണെങ്കിലും എല്ലാം ഫ്രീ ആണ് ഇവിടുത്തെ ഈ MS ഇൻഷുറൻസ് കാർഡ് വെച്ചിട്ട്. പിന്നെ നമുക്ക് പെട്ടെന്നൊരു എമർജൻസി സിറ്റുവേഷനാണ് വന്നത്. അതായത് നോർമൽ അസുഖങ്ങളല്ല, അതായത് പനി, ജലദോഷം ആ പരിപാടി അല്ലാണ്ട് നമുക്കൊരു എമർജൻസി വന്നു, ഒരു സ്ട്രോക്ക് വന്നു. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടുത്തെ ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൽ പോകണമല്ലോ. അപ്പോൾ അങ്ങനെ അവിടെ പോയിട്ട് അവിടെ ചെന്ന് നമ്മുടെ പേര് അവിടുത്തെ രജിസ്റ്ററിൽ വന്നതിന് ശേഷം പിന്നെയുള്ളതിലൊക്കെ ഫ്രീ ആണ്. അവിടുത്തെ ഡോക്ടറെ കാണുന്നത്. ഇപ്പോൾ ഡോക്ടർ ചിലപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ സ്ട്രോക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് സ്കാനിങ് പരിപാടികളൊക്കെ ചെയ്യും അല്ലേ. അല്ലെങ്കിൽ ഇപ്പോൾ നെഞ്ചുവേനയായിട്ട് ചെന്നിട്ടുണ്ടെങ്കിൽ അവർ നേരെ ECG പരിപാടികളൊക്കെ ചെക്ക് ചെയ്യും. അപ്പോൾ അങ്ങനത്തെ ടെസ്റ്റുകളൊക്കെ വരുമ്പോഴത്തേനും അതൊക്കെ ഫ്രീ ആണ്. അതായത് ഹോസ്പിറ്റലിൽ എമർജൻസിയിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മോസ്റ്റ്ലി എല്ലാം ഫ്രീ ആണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ വർഷം എൻ്റെ ഒരു വീഡിയോ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാം, ഒരു ബെൽസ് പാൾസി എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ വന്നു. അതെന്താ സംഭവം എന്ന് അറിയില്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ നേരെ ഒരു ഹോസ്പിറ്റലിൽ എമർജൻസിയിലേക്ക് പോയി. അപ്പോൾ അങ്ങനെ അവിടെ പോയപ്പോൾ 1-2 ടെസ്റ്റുകൾ ആ ഡോക്ടർ ചെയ്യിപ്പിച്ചു. അപ്പോൾ അതൊക്കെ ഫ്രീ ആയിരുന്നു. അപ്പോൾ ഇത് ഒരു പോസിറ്റീവ് സൈഡാണ് അല്ലേ. അപ്പോൾ ആ കാർഡ് വെച്ചിട്ട് ഈ ടെസ്റ്റുകളൊക്കെ ചെയ്യുമ്പോഴത്തേനും അതൊക്കെ ഫ്രീ ആയിട്ട് നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് MS ഇൻഷുറൻസ് കാർഡ് വെച്ചിട്ട് ഫ്രീ ആയിട്ടുള്ള സർവീസുകളും ഫ്രീ അല്ലാത്ത സർവീസുകളും. അപ്പോൾ അതിൽ കുറച്ച് ക്ലാരിറ്റി എല്ലാവർക്കും കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഒരാൾ നിങ്ങളുടെ അടുത്ത് നേരിട്ട് വന്നിട്ട് പറയുകയാണ്, ഏതെങ്കിലും ഒരു ഏജൻസിക്കാരൻ നിങ്ങളുടെ അടുത്ത് നേരിട്ട് വന്നിട്ട് പറയുകയാണ് ഇവിടുത്തെ മെഡിക്കൽ കംപ്ലീറ്റ്ലി ഫ്രീ ആണെന്ന് പറയുമ്പോൾ ഇതൊക്കെ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ടെന്ന് മനസ്സിലാക്കാം. പിന്നെ ഇനി ഇവിടെ ട്രീറ്റ്മെൻറ്റുകളൊക്കെ എങ്ങനെയാണ് എടുക്കുന്നത്? ഓക്കെ, അപ്പോൾ അതിനെപ്പറ്റി നമുക്ക് സംസാരിക്കാം. അപ്പോൾ നമുക്കൊരു സാധാരണ നോർമൽ അസുഖം വന്നു. അപ്പോൾ അസുഖം വന്നിട്ടുണ്ടെങ്കിൽ സാധാരണ ആൾക്കാർ ഇവിടെ എന്തിട്ട് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം ഇപ്പോൾ ഒരു പനി വന്നിട്ടുണ്ടെങ്കിൽ ഒരു 3 ദിവസത്തേക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും മരുന്ന് കഴിക്കുക. 3 ദിവസം കഴിഞ്ഞിട്ട് മാറിയില്ലെങ്കിൽ മാത്രമാണ് എല്ലാവരും ഏതെങ്കിലും സ്ഥലത്തേക്ക് പോവുള്ളൂ. വാക്കിംഗ് ക്ലിനിക്കൊക്കെ എന്താ പറയുക, ഒരു ലിമിറ്റഡ് സർവീസാണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ കിട്ടുള്ളൂ. അതായത് ഒരുപാട് ക്ലിനിക്കുകളൊന്നും ഇവിടെ ഇല്ല. ഇപ്പം ഞാൻ ദുബായിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ദുബായിലൊക്കെ ആസ്റ്റർ ക്ലിനിക്കൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു അല്ലേ. അതുമാത്രമല്ല, ആ ഒരു ആസ്റ്റർ ക്ലിനിക്കിൽ പോയി കഴിഞ്ഞാൽ തന്നെ ഒരു 10-15 ഡോക്ടേഴ്സ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് വെയിറ്റിംഗ് ടൈം ഭയങ്കര കുറവാണ്. സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഡോക്ടറെ കാണുന്നുണ്ടെങ്കിലും ഒരു ജനറൽ ഫിസിഷ്യനെ കാണുന്നുണ്ടെങ്കിലും എല്ലാം അധികം വെയിറ്റിംഗ് ടൈമൊന്നുമില്ല. പക്ഷേ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വാക്കിംഗ് ക്ലിനിക്കിലൊക്കെ ഒരു നോർമൽ ജനറൽ ഫിസിഷ്യനായിരിക്കും ഉണ്ടായിരിക്കുക. അതായത് നമുക്ക് കോമൺ ആയിട്ട് വരുന്ന അസുഖങ്ങൾ ചെക്ക് ചെയ്യുക, അതിൻ്റെ ട്രീറ്റ്മെൻറ്റുകളാണ് ഈ വാക്കിംഗ് ക്ലിനിക്കിൽ നിന്ന് നമുക്ക് കിട്ടുക. ഇപ്പോൾ ഒരു ഡോക്ടർ പറയാണ്, ഇപ്പം ഡോക്ടർ ആദ്യം ഇനീഷ്യൽ ചെക്കപ്പ് ചെയ്തു, അപ്പോൾ ആൾക്ക് മനസ്സിലായില്ല, അപ്പോൾ ആളേതെങ്കിലും ഒരു സ്പെഷ്യലൈസ്ഡ് ഡോക്ടർക്ക് റെഫർ ചെയ്യും അല്ല. ഇപ്പം എന്തെങ്കിലും വയറിനെ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു അസുഖം വന്നു, ഒരു കോമൺ അസുഖമല്ല, അപ്പോൾ ആ ഡോക്ടർക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പം ആളെന്ത് ചെയ്യും, വേറൊരു ഡോക്ടർക്ക് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഒരു ഡോക്ടർക്ക് അത് മീൻസ് റെഫർ ചെയ്യും. അപ്പോൾ അങ്ങനെ റെഫർ ചെയ്യണ കേസുകൾ വരുമ്പോഴത്തേനും ഇവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് അപ്പോയിൻമെൻ്റ് ആണ് തരാം സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സിന്. അതായത് ഇപ്പോൾ ഹാർട്ടിനെ സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള ഡോക്ടേഴ്സ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റ് അങ്ങനത്തെ ഡോക്ടേഴ്സിന് ഇപ്പോൾ റെഫറൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അങ്ങനത്തെ കേസ് വരുമ്പോൾ നമ്മുടെ സിവിയാരിറ്റി അനുസരിച്ചാണ് നമുക്ക് ഡേറ്റ് കിട്ടുക. ഇപ്പോൾ
ഡേറ്റ് കിട്ടാന്ന് പറഞ്ഞാൽ ചിലപ്പോൾ 2 മാസം, ചിലപ്പോൾ 3 മാസം, ചിലപ്പോൾ 5 മാസം, അങ്ങനെയൊക്കെ കുറേ കാലങ്ങളൊക്കെ വെയിറ്റ് ചെയ്തിട്ടാണ് ഇവിടുത്തെ സ്പെഷ്യലൈസ്ഡ് ചെയ്തിട്ടുള്ള ഡോക്ടേഴ്സിനെ നമുക്ക് കാണാനായിട്ട് പറ്റുക. അങ്ങനെ റെഫറലൊക്കെ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജനറൽ ഡോക്ടറെ കാണണമെന്നുണ്ടെങ്കിൽ നേരിട്ട് ഏതെങ്കിലും ഈ പറഞ്ഞ പോലെ വാക്കിംഗ് ക്ലിനിക്കിൽ നേരത്തെ പോയി ക്യൂ നിൽക്കുക, അങ്ങനെയൊക്കെ ചെയ്യാം. ഇതൊന്നും പറ്റില്ല. ഇപ്പോൾ പനിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും എമർജൻസിയിൽ പോകാൻ പറ്റില്ല. പക്ഷേ നമുക്കിപ്പോൾ ഒരു പെട്ടെന്നൊരു നെഞ്ചുവേദന ഒന്നും അല്ലെങ്കിൽ എന്തെങ്കിലും എമർജൻസി സിറ്റുവേഷനൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നേരെ ഇവിടെ ഒരു 3-4 ഹോസ്പിറ്റലുണ്ട്. ഹാലിഫാക്സ് ഇൻഫർമറി, ഡാർട്ട്മൂർ ജനറൽ ഹോസ്പിറ്റൽ, വിക്ടോറിയ ജനറൽ ഹോസ്പിറ്റൽ, അങ്ങനെ ഹാലിഫാക്സിലൊരു 4-5 സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുണ്ട്. ഇപ്പോൾ നോവാസ്കോഷ്യ മൊത്തം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 43-44 ഹോസ്പിറ്റലുകളാണ് ടോട്ടൽ ഉള്ളൂ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ എല്ലാവരുടെയും എപ്പോഴും ആൾക്കാരായിരിക്കും. ഇപ്പോൾ എമർജൻസിയിലൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 10-15 മണിക്കൂർ അവിടെ പോസ്റ്റാണ്. ഇപ്പം കൈ ഒടിഞ്ഞ ആൾക്കാർ ഒടിഞ്ഞ കൈയൊക്കെ ആയിട്ട് പോയിട്ട് 4-5 മണിക്കൂർ ആ വേദന സഹിച്ചങ്ങനെ ഇരിക്കേണ്ടി വരും. അല്ലെങ്കിൽ ഇപ്പോൾ സ്ട്രോക്കൊക്കെയാണ്, മീൻസ് ഭയങ്കര ക്രിട്ടിക്കൽ സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ അവർ ഓൺ ദ സ്പോട്ടിൽ എടുക്കും. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നമ്മുടെ സിവിയാരിറ്റി അനുസരിച്ചാണ് അവർ ഈ ഡോക്ടേഴ്സിൻ്റെ അടുത്തേക്ക് വിടുക. അപ്പോൾ പറഞ്ഞു വന്നിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും സ്പെഷ്യലൈസ്ഡ് ഡോക്ടറിനെ റെഫർ ചെയ്ത് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡേറ്റ് കിട്ടുന്നത് നമുക്ക് ചിലപ്പോൾ 2 മാസം 3 മാസം ഇതൊക്കെ കഴിഞ്ഞിട്ടാണ്. ചില ഓപ്പറേഷൻസൊക്കെ ക്രിട്ടിക്കലായിട്ട് ചെയ്യേണ്ട ഓപ്പറേഷനൊക്കെ ചിലപ്പോൾ അവർ ഓൺ ദ സ്പോട്ടിൽ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ ചെയ്യും, അപ്പോയിൻമെൻറ്റ് നമുക്ക് കിട്ടും. പക്ഷേ സമയം എടുത്താലും കുഴപ്പമില്ല എന്നുള്ള ഒരു ഓപ്പറേഷൻസൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു 3 മാസം 4 മാസം അങ്ങനെയൊക്കെ ഒരുപാട് സമയം എടുത്തിട്ടൊക്കെയുള്ള ഡേറ്റാണ് ഇവിടെ കൊടുക്കുക. അപ്പോൾ അങ്ങനെ ഒരു സംഭവമുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു വെയിറ്റിംഗ് ടൈം ഭയങ്കര കൂടുതലായ കാരണം കൊണ്ട് അതിനകത്തൊരു സൊല്യൂഷൻ ഇവിടെ ഗവൺമെൻറ് വന്നിട്ട് ചെയ്തേക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗവൺമെൻറ്റിൻ്റെ അല്ല പക്ഷേ ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ടോട് കൂടിയിട്ടുള്ളൊരു വിർച്വൽ കെയർ കൂടി ഉണ്ട്. മാപ്പിൾ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ആപ്ലിക്കേഷൻ ഉണ്ട്. അതായത് ഒരു മൊബൈൽ ആപ്ലിക്കേഷനാണ്. അപ്പോൾ ഈ മാപ്പിൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനകത്ത് തന്നെ നമുക്ക് ഡോക്ടേഴ്സായിട്ട്, അതിനകത്ത് കുറേ ഡോക്ടേഴ്സ് ഉണ്ട് കേട്ടോ, കുറേ ഡോക്ടേഴ്സും കുറേ മെഡിക്കൽ പ്രാക്ടീഷണേഴ്സും ഒക്കെ ഉണ്ട്. അപ്പോൾ അതിനകത്ത് നമുക്ക് ഡോക്ടർമാരായിട്ട് വീഡിയോ ചാറ്റ് ചെയ്യാം. അതായത് നമ്മുടെ കോമൺ അസുഖങ്ങൾക്കൊക്കെ നമുക്ക് അതിനകത്ത് ഈ മാപ്പിൾ ആപ്പ് ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമുക്ക് ഭയങ്കര ക്ഷീണം തോന്നി, എപ്പോഴും ഭയങ്കര ക്ഷീണം, അപ്പോൾ അങ്ങനത്തെ കേസുകൾ വരുമ്പോഴത്തേനും നമുക്ക് ഡോക്ടറെ കണ്ടില്ലെങ്കിലും മീൻസ് നമുക്ക് നേരിട്ട് പോയില്ലെങ്കിലും കുഴപ്പമില്ല, ഈ മൊബൈൽ ആപ്പ് എടുത്തിട്ട് വീഡിയോ ചാറ്റ് ചെയ്ത് നമുക്ക് സംസാരിക്കാം ഡോക്ടറായിട്ട്. അപ്പോൾ ഡോക്ടർ ചിലപ്പോൾ ബ്ലഡ് ടെസ്റ്റിന് ചിലപ്പോൾ അതിനകത്ത് പ്രിസ്ക്രൈബ് ചെയ്യും. എന്നിട്ട് അപ്പോൾ നമ്മൾ ഈ ബ്ലഡ് ടെസ്റ്റിന് എന്നിട്ട് അതിനുശേഷം നമ്മൾ ഏതെങ്കിലും ഒരു ലബോറട്ടറിയിൽ പോയിട്ട് ബ്ലഡ് ടെസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ അപ്പോയിൻമെൻ്റ് എടുക്കുക. എന്നിട്ട് ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് അതിൻ്റെ റിസൾട്ട് ഈ മാപ്പിൾ ആപ്പിൽ അപ്ലോഡ് ആവും. ഇതെല്ലാം സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള പരിപാടികളാണ്. നമുക്ക് നേരിട്ട് കിട്ടല്ല ചെയ്യുക, നമുക്ക് നേരിട്ട് അവർ ബ്ലഡ് ടെസ്റ്റിൻ്റെ റിസൾട്ട് തരില്ല. പിന്നെ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, അതായത് ഇപ്പം നമുക്കൊരു ഫുൾ ബോഡി ചെക്കപ്പ് ചെയ്യണം, കൊളസ്ട്രോളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ അങ്ങനത്തെ കേസ് വരുമ്പോൾ നമ്മൾ നേരിട്ട് ലബോറട്ടറി പോയിട്ട് പറയല്ല ചെയ്യുക. അതിന് പകരം എന്തിട്ട് ചെയ്യാന്ന് വെച്ചാൽ നേരെ മാപ്പിൾ ആപ്പ് എടുക്കുക. മാപ്പിൾ ആപ്പിൽ പോയിട്ട് ഒരു ഡോക്ടറിൻ്റെ അടുത്ത് പറയാം, എനിക്ക് ഭയങ്കര ക്ഷീണമുണ്ട്, അപ്പോൾ എനിക്ക് ഫുൾ ഒന്ന് ചെക്ക് ചെയ്താൽ കൊള്ളാം എന്നുണ്ട്. അപ്പോൾ ഡോക്ടർ റെഫർ ചെയ്താൽ മാത്രമാണ് നമുക്ക് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ക്ഷീണമാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഡോക്ടർ ഫുള്ള് ബോഡി ചെക്കപ്പിൻ്റെ എഴുതി തരും. ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനായിട്ടുള്ള അപ്പോയിൻമെൻറ്റ് എടുത്തിട്ട് നമുക്കത് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അടുത്തതായിട്ട് ഞാൻ പറയാൻ പോകുന്നത് ഇവിടുത്തെ പ്രഗ്നൻസി കെയറിനെ പറ്റിയിട്ടാണ്. ഇപ്പോൾ നിങ്ങളുടെ വൈഫ് പ്രഗ്നൻ്റ് ആയി, അപ്പോൾ പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? അപ്പം പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞപ്പോൾ നമ്മൾ പ്രഗ്നൻസി കിറ്റ് വെച്ചിട്ട് നമ്മൾ വീട്ടിൽ ടെസ്റ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് മനസ്സിലാവും പ്രഗ്നൻ്റ് ആണെന്ന് മനസ്സിലാവും. എന്നാലും നമ്മൾ ഏതെങ്കിലും ഒരു വാക്കിംഗ് ക്ലിനിക്കിൽ പോയിട്ട് നമ്മൾ പറയണം ഇങ്ങനെ നമ്മൾ പ്രഗ്നൻ്റ് ആണ്, പോസിറ്റീവ് കാണിച്ചു എന്ന് പറയുമ്പോഴത്തേനും അവരെന്ത് ചെയ്യും, ഈ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനായിട്ടുള്ള റെഫർ ചെയ്യും. അങ്ങനെ നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ അവർ റിസൾട്ട് നമുക്ക് പറഞ്ഞു തരില്ല. ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ സിസ്റ്റത്തിൽ ഇപ്പോൾ നോവാസ്കോഷ്യയിലാണെങ്കിൽ നോവാസ്കോഷ്യ ഹെൽത്തിൽ നമ്മുടെ അക്കൗണ്ട് നമ്പറിൽ അപ്ഡേറ്റ് ആവും, പ്രഗ്നൻ്റ് ആണെന്നുള്ളത് അപ്ഡേറ്റ് ആവും. അപ്പോൾ പ്രഗ്നൻ്റ് ആണെന്നുള്ള അപ്ഡേറ്റ് ആയി കഴിഞ്ഞാൽ ഓൺ ദ സ്പോട്ടിൽ അവർ തന്നെ പിന്നെ കംപ്ലീറ്റ് കാര്യങ്ങൾ നമുക്ക് വിളിച്ചിട്ട് ഡേറ്റ് തരും. ഓരോ പ്രാവശ്യത്തെ റൂട്ടീൻ ചെക്കപ്പിനുള്ള ഡേറ്റൊക്കെ അവർ തന്നെ നമുക്ക് തരും. പിന്നെ അത് മാത്രമല്ല 3 മാസത്തെ സ്കാനിങ്, 5 മാസത്തെ 7 മാസത്തെ സ്കാനിങ് ഇതൊക്കെ ഫ്രീ ആണ്. പിന്നെ 5 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓരോ 2 ആഴ്ച കൂടുമ്പോൾ നമുക്ക് ഡേറ്റ് കിട്ടും. അപ്പോൾ ഡേറ്റ് കിട്ടുമ്പോഴത്തേനും അവർ തന്നെ പറയും ഈ ക്ലിനിക്കിൽ ഈ ഡോക്ടറാണ് നിങ്ങൾക്ക് അപ്പോയിൻമെൻറ്റ് തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ആ കറക്റ്റ് ടൈമിൽ നമ്മൾ ആ ക്ലിനിക്കിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ എല്ലാം ഡോക്ടറെ സിമ്പിളായിട്ട് കാണാൻ പറ്റും. അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ. അപ്പോൾ
5-ാം മാസം മുതൽ എല്ലാ 2 ആഴ്ച കൂടുമ്പോൾ നമുക്ക് ഡോക്ടറെ കാണാനായിട്ടുള്ള അപ്പോയിൻമെൻറ്റ് കിട്ടും. അത് കഴിഞ്ഞിട്ട് പിന്നെ ലാസ്റ്റൊക്കെ ആകുമ്പോൾ 8-ാം മാസമൊക്കെ കഴിയുമ്പോഴത്തേനും എല്ലാ ആഴ്ചയിലും നമുക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടും. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ എന്തെങ്കിലും പെട്ടെന്നൊരു എമർജൻസി എന്തെങ്കിലും ബ്ലീഡിങ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഒരു എമർജൻസി നമ്പർ നമുക്ക് തരും. അപ്പോൾ അതിനകത്ത് വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൺ ദ സ്പോട്ടിൽ അതിൻ്റെ കെയറൊക്കെ സിമ്പിളായിട്ട് കിട്ടും. ഇതൊക്കെ ഫ്രീ പരിപാടികളാണ്. ഇതൊക്കെ നമ്മുടെ MSI ഇൻഷുറൻസ് കാർഡിൽ കവേർഡാണ്. ഓക്കെ, അപ്പോൾ പ്രഗ്നൻസീനെ പറ്റി നമ്മളിവിടെ വറി ചെയ്യേ വേണ്ട. നാട്ടിലേക്കാളും കുറച്ചും കൂടി നല്ല കെയർ കിട്ടുന്ന ഒരു സംഭവമാണെന്നാണ് ഞാൻ എൻ്റെ 2-3 ഫ്രണ്ട്സ് ഇപ്പോൾ എന്താ പറയുക പ്രഗ്നൻസി കെയറിൽ കൂടെ പോകുന്നുണ്ട്. അപ്പോൾ അവരെ ഞാൻ ഓൾറെഡി വിളിച്ച് അവരുടെ ഒപ്പീനിയനൊക്കെ ചോദിച്ചിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. പിന്നെ ഇവിടെ ഒരു സംഭവമുണ്ട്. അതായത് ഇവിടെ പ്രഗ്നൻ്റ് ആയിട്ടുള്ള അമ്മമാർ അവർ സോബീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട് ഇവിടെ. ഓക്കെ, അപ്പോൾ ആ സോബീസിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സോബീസിനകത്ത് ഒരു ഫാർമസി ഉണ്ട്. അവിടെ പോയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ അവർ മൾട്ടി വിറ്റാമിൻസൊക്കെ ഫ്രീ ആയിട്ട് തരും. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും പോവാം, വീണ്ടും അവർ തരും. ഇതൊക്കെ ഫ്രീ ആണ് പ്രഗ്നൻറ്റ് ലേഡികൾക്ക് കിട്ടും. അപ്പോൾ അതായത് പ്രഗ്നൻസി ഇവിടെ ഭയങ്കര കെയറാണ്. ഓക്കെ, അപ്പോൾ ഞാൻ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ പറഞ്ഞു വന്നിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഹെൽത്ത് എന്ന് പറയുന്നൊരു സംഭവം 100% ഫ്രീ അല്ല. അപ്പോൾ എന്തൊക്കെയാണ് ഫ്രീ അല്ലാത്തത് എന്നൊക്കെ ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ കാനഡയിലെ മെഡിക്കൽ സിസ്റ്റത്തിനെ പറ്റി ചെറിയൊരു ഐഡിയ കിട്ടിയെന്ന് വിശ്വസിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.